കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കൊടുത്ത കേസിന്റെ വാദം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിൽ കാര്യമായ ഇടിവ് വരുത്തി, നികുതി വിഹിതത്തിൽ കാര്യമായ ഇടിവ് വരുത്തി തുടങ്ങിയവയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്ത് അതിന്റെ വാദം കേട്ടുകൊണ്ടിരിക്കെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനും പോയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും കേരള സർക്കാരിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന ലക്ഷണം കാണുന്നില്ല. കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷയിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മറുപടി സത്യവാങ്മൂലമായി നൽകിയിട്ടുള്ളത്. കടമെടുപ്പിന് അനുമതി നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലതല്ല. വായ്പാ ചെലവ് കൂട്ടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ കടമെടുപ്പ് തോത് കേന്ദ്രം നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം ഇതിലും വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നുവെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. ഉയർന്ന ബാധ്യതകൾ, വരുമാന കമ്മി അടക്കമുള്ള കാരണങ്ങളാൽ സംസ്ഥാനം നിലവിൽ അപകടകരമായ സാമ്പത്തിക അവസ്ഥയിലാണ്. വിവേകപൂർവമല്ലാത്ത സാമ്പത്തിക മാനേജ്മെന്റ് മൂലം റവന്യൂ കമ്മി സംബന്ധിച്ച ലക്ഷ്യങ്ങൾ തുടർച്ചയായി പരിഷ്കരിക്കേണ്ടി വരുന്നു. സാമ്പത്തികമായി ഏറ്റവും അനാരോഗ്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കടബാധ്യത രാജ്യത്തിന്റെ മൊത്തം ക്രെഡിറ്റ് റേറ്റിംഗിനെയും ബാധിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഏത് സർക്കാർ സ്ഥാപനം എടുക്കുന്ന വായ്പയും സംസ്ഥാന കടമായി കേന്ദ്രം പരിഗണിക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും ഈ പറയുന്ന അഫിഡവിറ്റിലൂടെ കേന്ദ്ര സർക്കാർ തള്ളിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് ഇനി അങ്ങോട്ട് കടമെടുക്കാനായിട്ട് സാധിക്കില്ല. അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കുകയുമില്ല. ഗ്യാരണ്ടറായിട്ട് നിൽക്കാനും പോകുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു സംസ്ഥാനത്തും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ സ്ഥിതി നേരെ മറിച്ചാണെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ ബോധിപ്പിച്ചിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ കേരളം എന്നോ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കും കടുത്ത സാമ്പത്തിക ബാധ്യതകളിലേക്കും വീണുപോകുമായിരുന്നു എന്നുള്ളതാണ് സാരം. കേരളത്തിന്റെ മറ്റൊരു പ്രധാന ആവശ്യവും ആരോപണം എന്ന് പറയുന്നത് കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ കേരള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും അത്തരമൊരു നിലപാടിൽ നിന്നും പിന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സത്യവാങ്മൂലത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം കേരള സർക്കാർ രൂപീകരിക്കുന്ന ഏതെങ്കിലും ഏജൻസി എടുക്കുന്ന ഒരു കടത്തിന് ഗ്യാരണ്ടിയായി നിൽക്കുന്നത് കേരള സർക്കാരാണ്. സ്വാഭാവികമായിട്ടും അത് കേരള സർക്കാരിന്റെ കടമാണ്. കേരള സർക്കാരിന്റെ കടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൊതുകടത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. വിവിധ സംസ്ഥാനങ്ങൾ വിവിധ തോതിൽ കടമെടുക്കുകയും അത് പലതരത്തിലുള്ള മേഖലകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ പറയുന്ന സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ നിക്ഷേപിക്കാനാണ് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളം കൂടുതലും കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടിയാണ്. കേരളത്തിലെ ഏകദേശ നികുതി വരുമാനം എന്ന് പറയുന്നത് 65,956 കോടി രൂപയാണ്. ശമ്പളവും പെൻഷനും ഇതുവരെയുള്ള കടത്തിന്റെ പലിശയുമടക്കം കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് 67,233 കോടി രൂപയും. അതായത് പ്രത്യക്ഷത്തിൽ തന്നെ ഏകദേശം 1,277 കോടി രൂപയുടെ കുറവിന്മേലാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കളക്ട് ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ 100% ചെലവഴിക്കുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഇതുവരെയുള്ള കടത്തിന്റെ പലിശ കൊടുക്കാനും വേണ്ടി മാത്രമാണ്. അത്തരമൊരു സംസ്ഥാനമാണ് കൂടുതൽ തുക കടമെടുക്കാനായി അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസും കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മറ്റ് പാഴ്ചെലവുകളും ധൂർത്തും നടക്കുന്നത്. കേരയിൽ പോലെയുള്ള പദ്ധതി ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുള്ളത്. പക്ഷെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വികസന വിരോധികളാക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് കേരയിൽ എന്ന പദ്ധതിയെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അത് വ്യക്തമായിട്ടറിയാം, അത്തരമൊരു പദ്ധതി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. അത്തരമൊരു സാമ്പത്തിക ബാധ്യത കേരള സംസ്ഥാനമോ മലയാളികളോ താങ്ങാനും പോകുന്നില്ല. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് സുപ്രീം കോടതി കേരളം കൊടുത്തിട്ടുള്ള ഹർജി പരിഗണിക്കുന്നത്. ഉടനെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകുമെന്നും അറിയാം. അപ്പോഴറിയാം ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഇന്ത്യ യൂണിയന്റെ ഭാഗം തന്നെയാണ്.
അവരെ സാമ്പത്തികമായി ഞെരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. മറിച്ച് കേരളമല്ല മറ്റേതൊരു സംസ്ഥാനമാണെങ്കിലും സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക സംസ്ഥാനത്ത് എന്നുള്ളത് മൊത്തം രാജ്യത്തിന് തന്നെ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ ഒരു കടുംപിടുത്തത്തിലൂടെ ലക്ഷ്യമിടുന്നതും അതുതന്നെയായിരിക്കും. എന്തായാലും കേരള സംസ്ഥാനത്ത് വസിക്കുന്ന നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല. അതിനി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി ഉയർത്തിക്കൊടുത്താലും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഈ ഒരു ഞെരുക്കത്തിലൂടെ തന്നെയാകും മുന്നോട്ട് പോകാൻ പോകുന്നത്.